ഹജ്ജിന് പോകുമ്പോൾ വസിയത്ത് ചെയ്ത് ബാധ്യതകളൊക്കെ വീട്ടിയാണ് പലരും വീട്ടിൽ നിന്ന് പുറപ്പെടുക. എല്ലാവരോടും പൊരുത്തപ്പെടിപ്പിച്ച് ഒരു കുഞ്ഞിൻ്റെ മനസ്സ് പോലെ പരിപാവനമായ മനസ്സുമായാണ് അള്ളാഹുവിൻ്റെ അതിഥിയായി മക്കയിലെത്തിച്ചേരുക. ഹജ്ജും ഉംറയും കഴിഞ്ഞ് റാഹത്തായി തിരിച്ച് നാട്ടിലെത്താൻ കഴിയാൻ എന്നാണ് ചിലരുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാവുക. എന്നാൽ വേറെ ചിലർ ആ മണ്ണിൽ തന്നെ അന്തിയുറങ്ങാൻ കഴിയണമെന്നും പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഹജ്ജെല്ലാം കഴിഞ്ഞ് പരിഭാവന ഹൃദയവുമായി നേരെ പാരത്രിക ലോകത്തേക്ക് യാത്രയാകാൻ കൊതിക്കുന്നവരുടെയും കഥകൾ നമ്മുടെ മുൻപിൽ ഒരുപാടുണ്ട്. നമുക്ക് അവയിൽ പലതും അറിയാം. ചില ഔലിയാക്കളും പണ്ഡിതന്മാരുമൊക്കെ ഞാനിനി വരില്ല എന്നൊക്കെ പറഞ്ഞ് ഹജ്ജിന് പോയത് നാം കേട്ടുപോയ കഥകളാണ്. ഇന്ന് രാവിലെ ഫേസ്ബുക്ക് തുറന്നപ്പോൾ കണ്ടത് അതുപോലൊരു വാർത്തയാണ്. പരപ്പനങ്ങാടി സ്വദേശിയായ മുഹമ്മദ് മുസ്ലിയാർ ഹജ്ജിന് പോകും മുൻപ് പറഞ്ഞതും ഇങ്ങനെ തന്നെയായിരുന്നു അത്രേ. ഞാനിനി തിരിച്ചു വരൂലാട്ടോ, ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി നിങ്ങൾ മയ്യത്ത് നമസ്കാരവും ദിക്റും പള്ളിയിൽ വെച്ച് നടത്തണമെന്ന്. ഇതും വസിയത്ത് ചെയ്താണ് മുഹമ്മദ് മുസ്ലിയാർ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അകമഴിഞ്ഞ തേട്ടം അള്ളാഹു കേട്ടു. ആ മനീഷി കൊതിച്ച പോലെ ഹജ്ജിൻ്റെ പരിപാവന നിമിഷത്തിൽ മുഹമ്മദ് മുസ്ലിയാർ അള്ളാഹുവിൻ്റെ ഹലറത്തിലേക്ക് യാത്രയായി. ജീവിതത്തിൽ സുഹൃതം ചെയ്തവർ എത്രയെത്ര, ജീവിതയാത്രയിൽ മഹത്വം പിടിച്ചു പറ്റിയവരും എത്രയെത്ര.